ദാവീദ് രാജാവ് ഒരിക്കൽ തൻ്റെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു: കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാവുകയേ ഉള്ളൂ. ഒരിക്കലും മോശ സീനായ് പർവ്വതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളായി ഇറങ്ങി വരുമ്പോൾ ജനം വഴിവിട്ട് നടക്കുന്നത് കണ്ട് കോപം കൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയെന്ന് മറന്നിട്ട് അതിനെ തച്ചുടച്ചു കളഞ്ഞു. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിയാത്തവണ്ണം അതിനെ മറന്നു കളയുവാൻ ഇടയായിത്തീരും. മറ്റൊരിടത്ത് ജനം വെള്ളം കിട്ടാതിരിക്കുമ്പോൾ മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പെറുപെറുത്തു. ദൈവം മോശയോട് പറഞ്ഞു, പാറയോട് കൽപ്പിക്കുക. എന്നാൽ മോശ പാറയെ തൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അടിച്ചു. മനുഷ്യന്റെ കോപം ദൈവത്തെ അനുസരിപ്പാൻ കഴിയാത്തവണ്ണം അവനെ തടുക്കും. ഇതിൻ്റെയൊക്കെ പരിണാമ ഫലമായി മോശയ്ക്ക് വാഗ്ദത്ത കനാൻ നഷ്ടപ്പെടുവാൻ ഇടയായി. മനുഷ്യന്റെ കോപം ദൈവ വാഗ്ദത്തത്തെ നഷ്ടപ്പെടുത്തും. ദാവീദ് പറയുകയാണ്, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ ഒരിക്കലും നടപ്പിലാക്കിയില്ല. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് കോപം വിട്ടുകളഞ്ഞ് ക്രോധം ഉപേക്ഷിച്ച് മുഷിപ്പില്ലാതെ ദൈവസന്നിധിയിൽ ദൈവത്തെ അനുസരിപ്പാനും ദൈവശബ്ദത്തിന് വിനയപ്പെടുവാനും നമ്മളെ തന്നെ താഴ്ത്താം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.